ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവാ ആരേതും എത്തിടുക ഈരാറുമൊത്തെ ഷഹർ പാറാൽ പോറുത്ത പിറകെ. അതെ, മാപ്പിളപ്പാട്ടിനൊരു നല്ല കാലമുണ്ടായിരുന്നു. ഓർമ്മയില്ലേ അത്? പുരയെ തരിത്ത് നബി അരികോരിൽ ഉറ്റുടനെ തരമാൽ പൂറപ്പെടുകലായി. കുറ്റക്കവാഫിർ മുതൽ പറ്റിപ്പറിപ്പതിന് മുറ്റിത്തിരക്കി നടയായി. എത്ര ഹൃദ്യമായ ഗാനങ്ങളായിരുന്നു! ഇമ്പമൂറുന്ന മാപ്പിള ശൈലി. കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന പറുതാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ. ശരി, ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു മാപ്പിളപ്പാട്ട് കേട്ടു നോക്കാം. മാമ്പഴത്തിൻ ചേലാണ്, മാതളത്തിൻ പൂവാണ്, മനസത്തിൽ തേനാണ് നാസിയ. മാമ്പഴത്തിൻ ചേലാണ്, മാതളത്തിൻ പൂവാണ്, മനസത്തിൽ തേനാണ് നാസിയ. മാനസത്തിൽ എങ്ങനെയാ തേനെന്നാണ് ആലോചിക്കുന്നതല്ലേ? ഇപ്പോഴത്തെ പാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇനിയും കേട്ടു നോക്കി. കൽവിലാണ് രചന, കരളിലാണ് രചന, നിന്നെ എനിക്കേറെ ഇഷ്ടമാ, മനസ്സിലെന്നും നിറമായി, കണ്ണിലെന്നും കനവായി, നിന്നെ കാണാൻ എന്തു മോഹമാ, എന്നുള്ളിലെ നിന്നെ കാണാൻ എന്തു മോഹമാ. ഇതിനെയാണ് പോത്രച്ചി പാട്ടുകൾ എന്ന് പറയുന്നത്, മാപ്പിള പാട്ടുകൾ എന്നല്ല. ഇത്തരത്തിലുള്ള ഒരു പോത്രച്ചി പാട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ പരിപാടിയിൽ. മനോഹരമായ ഒരു പോത്രച്ചി പാട്ട് എങ്ങനെയുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി പറയുന്നത്. ആദ്യമായി നമുക്ക് ഇതിന് വേണ്ടത് ഫാത്തിമ, നാസിയ, നാജിയ, ഷാഹിന, റാബിയ തുടങ്ങിയ ബ്രോയിലറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇത് വൃത്തിയായി കഴുകി അരിഞ്ഞു വെക്കണം. മസാല ചേർത്ത് ആദ്യമായി ഇതിനെ ഒരു പാത്രത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനു വേണ്ട മറ്റു വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൽബ് 7 എണ്ണം, കനവ്, നിനവ്, കിനാവ്, ജീവൻ തുടങ്ങിയവ 20 ഗ്രാം വീതം, മൊഞ്ച്, നെഞ്ച്, മൈലാഞ്ചി തുടങ്ങിയവ 2 എണ്ണം വീതം, ഇഷ്ക്, മുഹബത്ത്, ഈശൽ, ആശ ഇവ 2 സ്പൂൺ വീതം, ഇഷ്ടം 1 എണ്ണം, മോഹം, സ്നേഹം ആവശ്യത്തിന്, കൂടാതെ ദുനിയാവ്, മിസരിപ്പുല്ല്, തരിവള തുടങ്ങിയ അലങ്കാര വസ്തുക്കളും ആവശ്യമാണ്. ഇനി ഇതുകൂടാതെ കൊല്ലം, വടകര, കണ്ണൂർ തുടങ്ങിയവയിൽ നിന്നും മൂക്ക് കൊണ്ട് പാടുന്ന ഒരു പുരുഷജീവിയും ഒരു സ്ത്രീ ജീവിയും ഇതിനാവശ്യമാണ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യമായി ഒരു വലിയ ചട്ടിയെടുത്ത് അടുപ്പിൻ്റെ മുകളിൽ വെക്കുക. അടിയിൽ നിന്നും നന്നായി ചൂടാക്കണം. ചട്ടി അധികമായി ചൂടാവരുത്. ചട്ടി അധികമായി ചൂടായോ എന്നറിയാൻ കൊല്ലം, വടകര, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഈ വിചിത്ര ജീവികളെ ചട്ടിയിലൊന്ന് തട്ടിക്കുക. ഇവരുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലെങ്കിൽ ചൂട് അധികമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ചട്ടിയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കൽബ് എടുത്തിടുക. ചൂടിൽ കൽബ് ഉരുകി തിളച്ച ഒരു എണ്ണ പോലെയായി മാറും.
ഈ എണ്ണയിലേക്ക് അരച്ചു വെച്ച ഇഷ്ക്, മുഹബത്ത്, ഈശൽ, ആശ തുടങ്ങിയവ ഇട്ട് വഴറ്റുക. ഇത് പാകമാവുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഷ്ടം, മോഹം, സ്നേഹം എന്നിവയിടണം. വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഒരുമാതിരി ബ്രൗൺ കളറാകുന്നതുവരെ ഇളക്കൽ തുടരണം. പാകമായോ എന്നറിയാൻ ഇതിൻ്റെ നിറം നോക്കുക. പാകമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴുകി മസാല കൂട്ടി വെച്ച ഫാത്തിമ, നാസിയ, നാജിയ, ഷാഹിന, റാബിയ തുടങ്ങിയ ഏതെങ്കിലും ഒരു ബ്രോയിലറിനെ, ചെറുതാക്കി നുറുക്കി വെച്ച ബ്രോയിലറിനെ ഈ ചട്ടിയിലേക്ക് തള്ളുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്നു നോക്കുക. പാകമായോ എന്നറിയാൻ. മോഹത്തിൻ്റെ ഒരു വാസന, പ്രേമത്തിൻ്റെ ഒരു വാസന അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പാകമായി തുടങ്ങി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച കനവ്, നിനവ്, കിനാവ് തുടങ്ങിയവ ഇതിന് മുകളിൽ വിതറണം. വീണ്ടും കുറച്ചു നേരം കൂടി ഇത് അടുപ്പത്ത് തന്നെ വെക്കണം. ശേഷം മാങ്ങി വെച്ചതിന് ശേഷം പാത്രത്തിലേക്ക് വളമ്പി ദുനിയാവ്, നിസരിപ്പെന്ന്, തരിവള തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഇതിനു മുകളിൽ വിതറണം. ഇപ്പോൾ ഒരു പോത്തിറച്ചിപ്പാട്ട് റെഡിയാണ്. ഇനി ഇത് വടകര, കണ്ണൂർ ഭാഗത്തു നിന്നും കൊണ്ടുവന്ന മൂക്കുകൊണ്ട് പാടുന്ന പുരുഷജീവികൾക്കോ സ്ത്രീജീവികൾക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്കു തന്നെയോ ഉപയോഗിക്കാവുന്നതാണ്.